നമസ്കാരം. കമ്പ്യൂട്ടർ സയൻസിന്റെ വലിയ പോപ്പുലർ ഡിമാൻഡിനെ തുടർന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയും മറ്റ് അനുബന്ധ കോളേജുകളുമെല്ലാം ബിടെക് കമ്പ്യൂട്ടർ സയൻസിനോടൊപ്പം തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസസ്, സൈബർ സെക്യൂരിറ്റി, ബിസിനസ് സിസ്റ്റംസ് തുടങ്ങി ധാരാളമായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് അനുബന്ധ കോഴ്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇത് സ്റ്റുഡൻസിന് ധാരാളമായിട്ട് ഓപ്ഷൻസ് നൽകുന്നുവെങ്കിൽ പോലും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, സ്കോപ്പ് എന്തൊക്കെയാണ്, ആർക്കാണ് ഇത് സൂട്ടബിൾ ആകുക തുടങ്ങി വിവിധങ്ങളായ സംശയങ്ങളും ഇതോടൊപ്പം തന്നെ ഉടലെടുക്കുന്നുണ്ട്. ധാരാളം സ്റ്റുഡൻസും പേരൻസും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ തുടങ്ങി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് ഉൾപ്പെടെ സൈബർ സെക്യൂരിറ്റി ഒക്കെ ഉൾപ്പെടെ 10ഓളം ഡിഫറെന്റ് കോഴ്സുകൾ KTU ഓഫർ ചെയ്യുന്ന ഡിഫറെന്റ് കോഴ്സുകൾ നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചും അതിന്റെ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും ഡൊമൈൻസിനെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയില്ലാത്ത വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ജനറിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് പറഞ്ഞു പോകാം, അവസരങ്ങളും പറഞ്ഞു പോകാം. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ ഈ കോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ അവസരങ്ങളുടെ വ്യത്യാസം, ആർക്കാണ് അത് സൂട്ടബിൾ ആവുക എന്ന് തുടങ്ങി ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക. വളരെ സ്പെസിഫിക് ആയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സ് വഴി ഷെയർ ചെയ്യുക, അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ഓരോ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എന്താണ് സ്കോപ്പ്, എന്താണ് അതിന്റെ സിലബസ് കവർ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇത് ആർക്കാണ് സൂട്ടബിൾ ആവുക, ഇത്രയും ഏരിയകൾ നമ്മൾ വളരെ പെട്ടെന്നായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. ഒന്നാമത്തെ കോഴ്സ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നമ്മളെല്ലാവരും സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങി ധാരാളമായിട്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതോടൊപ്പം ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് ധാരാളമായിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നവരാണ് നമ്മൾ. ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതോടൊപ്പം തന്നെ അഡ്വാൻസ് ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ്, കോഡിംഗ്, ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇതിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോബ് റോൾസ് ആണ് ഉള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ടെസ്റ്റർ, നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ, സിസ്റ്റം അനലിസ്റ്റ് തുടങ്ങി ധാരാളമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിന്റെ സിലബസ് ബേസിക്കലി നോക്കിയാൽ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോർ പ്രോഗ്രാമിംഗ്, സി, ജാവ, പൈത്തൺ, അതുപോലെ ഓപ്പറേഷൻ സിസ്റ്റംസ്, DBMS, ഡാറ്റ സ്ട്രക്ചേഴ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, വെബ് ആൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയവയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കുന്ന സിലബസിൽ വരുന്നതാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഡിമാൻഡുള്ള കോഴ്സാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ധാരാളമായിട്ടുണ്ട്. ഇതൊരു ബ്രോഡർ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നതിനും ഈ കോഴ്സ് എടുത്താൽ നന്നായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വേണ്ട ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആർക്കാണ് യോജിക്കുക? നിങ്ങൾ വളരെ ബ്രോഡറായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, സ്പെഷ്യലൈസേഷനിലേക്ക് അല്പം കഴിഞ്ഞു പോകാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് പറ്റിയ കോഴ്സായിരിക്കും. അടുത്ത കോഴ്സ്, സെക്കൻഡ് കോഴ്സ് കോളേജുകൾ ഓഫർ ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പലപ്പോഴും ഇത് CSE ബ്രാക്കറ്റഡ് AI പറയാറുണ്ട്, അല്ലെങ്കിൽ AI ഡയറക്ട്ലിയും പറയാറുണ്ട്. AI എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാറുള്ള ഗൂഗിൾ മാപ്പ് ഫോർ എക്സാമ്പിൾ. അതുപോലെ തന്നെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് അത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്നൊക്കെ കാണിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതോടൊപ്പം തന്നെയാണ് ചാറ്റ് ബോക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന അലക്സ, സിറി തുടങ്ങിയവയൊക്കെ. ഇതിനൊക്കെ നമ്മൾ എന്താണ് സിറി, വാട്ട് ഇസ് എ ടൈം നൗ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിന്റെ സ്കോപ്പിലേക്ക് വരികയാണെങ്കിൽ റോൾസ് ഇൻ ഓട്ടോമേഷൻ, AI ഡെവലപ്മെന്റ്, AI ഇൻ മെഡിക്കൽ ഇമേജിംഗ്, വോയിസ് അസിസ്റ്റൻസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകൾ കവർ ചെയ്യുന്നതാണ് ഇന്ന് AI. ഇതിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഇറ്റ് കവേഴ്സ്, എന്താണ് പഠിക്കുക, AI തിയറി, മെഷീൻ ലേണിംഗ് അൽഗരിതംസ്, ഡീപ് ലേണിംഗ്, NLP, റോബോട്ടിക്സ് തുടങ്ങിയ വിവിധ മേഖലകളായിരിക്കും ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഈ കോഴ്സ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജസിലേക്ക് വന്നാൽ ഫ്യൂച്ചർ ഫേസിംഗ് ടെക്നോളജിയാണ് ശരിക്കും AI എന്ന് പറയുന്നത്. ഇന്ന് വളരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. ഇതിൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുത്താൽ തന്നെ വളരെ ഹൈ പേയിങ് ആയിട്ടുള്ള ജോബിനുള്ള പോസിബിലിറ്റീസും AI-ലുണ്ട്. AI സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, സ്ട്രോങ് മാത്തമാറ്റിക്കൽ സ്കിൽ ആൻഡ് കോഡിംഗ് സ്കിൽസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് സൂട്ടബിൾ ആവുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മാത്തമാറ്റിക്സിനോട് ഇഷ്ടമുണ്ടാവുക, മാത്തമാറ്റിക്സ് സ്കിൽസ് ഉണ്ടാകുക, അതോടൊപ്പം തന്നെ അഡ്വാൻസ് പ്രോഗ്രാമിംഗ് സ്കിൽസിലേക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പറ്റിയ ഒരു കോഴ്സായിരിക്കും നിങ്ങൾക്ക്. മൂന്നാമത്തെ വിഭാഗത്തിൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AI ആൻഡ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങളുടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ യൂട്യൂബ് ഒക്കെ കാണുകയാണെങ്കിൽ ഒരിക്കൽ കണ്ടാൽ പിന്നെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റ് ആയിട്ട് പോപ്പപ്പ് ചെയ്ത് വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകളൊക്കെ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫേസ് ഡിറ്റക്ഷൻ, അതോടൊപ്പം റെറ്റിന ഐഡന്റിഫിക്കേഷൻ തുടങ്ങിയൊക്കെ ഇത്തരം മെഷീൻ ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തിയറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യലൈസേഷനിൽ AI സ്പെഷ്യലൈസേഷൻ സിലബസ് നോക്കിയാൽ പ്രാക്ടിക്കൽ മെഷീൻ ലേണിംഗ്, ഡാറ്റ ട്രെയിനിങ്, ഇമേജ് ആൻഡ് സ്പീച്ച് പ്രോസസ്സിംഗ്, AI ബേസ്ഡ് ആപ്ലിക്കേഷൻസ് എല്ലാം കവർ ചെയ്യുന്ന, പ്രത്യേകമായി കവർ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ സിലബസ്. ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വന്നാൽ ജോബ് ആസ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI സ്പെഷ്യലിസ്റ്റ്, AI ഡെവലപ്പർ, കമ്പ്യൂട്ടർ വിഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങി വിവിധങ്ങളായ മേഖലകൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് ഐഡിയലി ടെക് പ്രോഡക്റ്റ് കമ്പനികൾക്കാണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഇതിന് ധാരാളമായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടെക് കമ്പനികളിലേക്കാണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്.
അതുകൊണ്ട് തന്നെ കോളേജ് ലെവലിൽ പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്റേൺഷിപ്പുകളും പ്രോജക്റ്റുകളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ANML ഏരിയയിൽ തന്നെ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിൽ വളരെ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസിനോട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ANML. നെക്സ്റ്റ് ഇസ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് ഡാറ്റ സയൻസ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഓൺലൈനിലൊക്കെ ധാരാളമായി പർച്ചേസ് ചെയ്യുന്നവരാണ്. പർച്ചേസ് കഴിയുമ്പോൾ അടുത്തതിലേക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് ധാരാളമായിട്ട് വരുന്നത് കാണാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഡേറ്റ നമുക്ക് ചില കാര്യങ്ങൾ റിസൾട്ടുകൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനും ഡാറ്റ സയൻസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബേസിക്കലി ഇതിന്റെ സിലബസിൽ പൈത്തൺ, R, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിഗ് ഡാറ്റ, ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ അനാലിറ്റിക്സ് തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക. ഇതിന്റെ സ്കോപ്പിലേക്ക് വന്നാൽ ധാരാളമായിട്ട് സ്കോപ്പുള്ള ഒരു ഏരിയയാണ് റോൾസ് ലൈക്ക് ഡാറ്റ അനാലിസ്റ്റ്, ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ, ഡാറ്റ സയന്റിസ്റ്റ് തുടങ്ങിയവയൊക്കെ ഇതിന്റെ സ്കോപ്പിൽ വരുന്നതാണ്. ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിനോടൊപ്പം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനേക്കാൾ അധികമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ താല്പര്യമുള്ളവർക്കാണ് ഇത് കൂടുതൽ യോജിക്കുക. നമ്മൾ ഏത് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഡൊമൈൻ നോളജ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ഏത് ഡൊമൈനിലാണോ അവിടെ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കണം ഡാറ്റ സയൻസ് എഞ്ചിനീയർ. നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റുഡൻസിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്പേഴ്സ്, പാറ്റേൺസ് തുടങ്ങിയതിലൊക്കെ നല്ല താല്പര്യമുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ഒരു ഏരിയ ആയിരിക്കും ഡാറ്റ സയൻസ്. നെക്സ്റ്റ് കോഴ്സ് ഇസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ. നമുക്കറിയാം ഇന്ന് കമ്പ്യൂട്ടർ സയൻസിന്റെ വളർച്ചയുടെ ഒപ്പം തന്നെ ധാരാളമായിട്ട് ഇൻട്രൂഡേഴ്സ് കൂടി സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്, സിസ്റ്റം ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ജിമെയിലിൽ ഇൻട്രൂഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയവയൊക്കെ. ഇത്തരം ഇൻട്രൂഡേഴ്സിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തെയും നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്, ഡൊമൈനാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഹാക്കിങ്ങിനെയും ഹാക്കേഴ്സിനെയും ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഏരിയയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സിലബസ് കവർ ചെയ്യുന്നത് നോക്കിയാൽ എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക്സ്, എൻക്രിപ്ഷൻ തുടങ്ങിയൊക്കെ ധാരാളമായിട്ട് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ സിലബസിൽ. ഇതിന്റെ കരിയേഴ്സിലേക്ക് വന്നാൽ ജോബ് ആസ് സെക്യൂരിറ്റി അനലിസ്റ്റ്, എത്തിക്കൽ ഹാക്കർ, സൈബർ ലോ കൺസൾട്ടന്റ് തുടങ്ങി വിവിധങ്ങളായ മേഖലകളാണ് ഇതിനുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, വളരെ നിഷ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലാണ് ഈ ഏരിയയിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുക. ഹൈലി ടെക്നിക്കൽ ഏരിയയാണ്, ലെസ് ഓഫ് കോഡിംഗ് ബട്ട് മോർ ഇൻ ടു സെക്യൂരിറ്റി ലെയേഴ്സ് എക്സെട്ര. അതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, സെക്യൂരിറ്റി ഇൻട്രൂഡേഴ്സ് ആൻഡ് അതേഴ്സിനൊക്കെ കണ്ടുപിടിക്കുന്നതിനും സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് സൂട്ട് ആവുന്നത്. അടുത്ത കോഴ്സ് നമ്പർ 6, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT സ്പെഷ്യലൈസേഷൻ. നമുക്കറിയാം ഇന്ന് ധാരാളമായിട്ട് സ്മാർട്ട് ഹോം സെക്യൂരിറ്റി അലേർട്ട്സ് ഒക്കെ ഉള്ള സമയമാണ്. നമുക്ക് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ വീടുകളിലെ എയർ കണ്ടീഷനേഴ്സ്, ബൾബ്സ് ഒക്കെ ഓൺ ഓഫ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം ഓട്ടോമൊബൈൽസ് സ്റ്റാർട്ട് ചെയ്യുക, ഓട്ടോമൊബൈൽസിന്റെ അകത്തുള്ള എയർ കണ്ടീഷൻസ് ഓൺ ചെയ്യുക തുടങ്ങിയുള്ള വിവിധങ്ങളായ ആപ്ലിക്കേഷൻസ് സാധ്യതയുണ്ട്. ഇത്തരം ഏരിയാസ് കവർ ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസിൽ ബേസിക്കലി നോക്കിയാൽ സെൻസേഴ്സ്, എംബഡഡ് പ്രോഗ്രാമിംഗ്, ആർഡിനോ, കമ്മ്യൂണിക്കേഷൻ ഇൻ പ്രോട്ടോകോൾസ് തുടങ്ങി വിവിധങ്ങളായ മേഖലകൾ വളരെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. ഇതിന്റെ ജോലി സാധ്യതകളിലേക്ക് വന്നാൽ ഹോം ഓട്ടോമേഷൻ, അഗ്രികൾച്ചർ ടെക്നോളജി, മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് തുടങ്ങി വിവിധങ്ങളായ ഏരിയകളിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ടെക് ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പുകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഏരിയയാണ് IoT. അതേസമയം തന്നെ ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ നല്ല താല്പര്യം ഉണ്ടാകണം IoT സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്, ഇഫ് യു ആർ എ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഇന്റഗ്രേറ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കോഡിംഗ്, then IoT is the right field for you. മറ്റൊരു സ്പെഷ്യൽ കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻ IoT, സൈബർ സെക്യൂരിറ്റി ആൻഡ് ബ്ലോക്ക് ചെയിൻ. ഇന്ന് ക്രിപ്റ്റോ കറൻസി ലൈക്ക് ബിറ്റ് കോയിൻ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തുടങ്ങിയവയൊക്കെ ധാരാളമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സമയമാണ്. അതോടൊപ്പം സ്മാർട്ട് സിറ്റി CCTV സിസ്റ്റം സെൻഡിങ് റിയൽ ടൈം ഫുട്ടേജ് സെക്യൂർലി, ഇതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ സിലബസിലേക്ക് വന്നാൽ അതുകൊണ്ട് തന്നെ IoT, സൈബർ പ്രൊട്ടക്ഷൻ, ബ്ലോക്ക് ചെയിൻ ഫണ്ടമെന്റൽസ്, ഡാറ്റ പ്രൈവസി എല്ലാം കൂടി കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട്. ഇതിന്റെ കരിയേഴ്സിലേക്ക് വന്നാൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വന്നാൽ സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റം, ഫിൻടെക് ഇതൊക്കെ കവർ ചെയ്യുന്നത് ഇത്തരം ഈ സ്പെഷ്യലൈസേഷനിലാണ്. ഈ കോഴ്സ് എടുക്കുന്നവർ ഐഡിയലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് ചേരുക. മൾട്ടി ഡയമെൻഷണൽ സ്കിൽ സെറ്റ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കരിക്കുലം അല്പം കൂടി ഓവർവെൽമിംഗ് ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഇത് ആർക്കാണ് സ്യൂട്ടബിൾ ആവുക എന്ന് വെച്ചാൽ വളരെ ടെക് സാവി ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് യോജിക്കുക. നെക്സ്റ്റ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എഞ്ചിനീയറിംഗ്. നമുക്കറിയാം ഇന്ന് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ഫ്രെയിം വർക്ക്, ഫ്രണ്ട് പേജ് കാണുമ്പോൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നണം. ഗെയിം ആപ്ലിക്കേഷൻ സ്ക്രീനുകൾ, മൊബൈൽ ഫോണിന്റെ സ്ക്രീനുകളൊക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ വളരെ അധികം ഫേവറബിൾ ആയിട്ട് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ഏരിയയാണിത്. യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ് ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ഏരിയ, വളരെ നല്ല ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് കവറേജ് എന്ന് പറഞ്ഞാൽ UX, UI, വിഷ്വൽ കമ്പ്യൂട്ടിംഗ്, വെബ് ഡിസൈൻ, AR, VR, മൾട്ടിമീഡിയ തുടങ്ങിയൊക്കെ ഇതിന്റെ സിലബസിൽ വരുന്നതാണ്. ഇതിന്റെ സ്കോപ്പിലേക്ക് വന്നാൽ ഗെയിം ഡെവലപ്പേഴ്സ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, UI UX ഡിസൈനേഴ്സ് തുടങ്ങി ധാരാളമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഏരിയയിലുള്ളത്. ക്രിയേറ്റിവിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ആപ്പ് ഡെവലപ്മെന്റ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല ഏരിയയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് ടെക്നോളജിയിൽ വളരെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല കോഴ്സാണ്.
നെക്സ്റ്റ് കോഴ്സ് ഇസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. കമ്പ്യൂട്ടർ സയൻസിനെ ബിസിനസ്സിലും ബിസിനസ് ആപ്ലിക്കേഷൻസിലേക്കും വേണ്ടി ഉപയോഗിക്കുന്ന കോഴ്സാണിത്. സെയിൽസ്, അതിന്റെ ഡേറ്റ, മാർക്കറ്റിംഗ് എല്ലാം കൂടി ഒരു ഡാഷ്ബോർഡിൽ വരുന്നതും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന സെയിൽസ് ഡേറ്റ, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ജനറിക് കോഴ്സുകളിൽ ഒന്നാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസിലേക്ക് വന്നാൽ, സിലബസ് ഡീറ്റെയിലേക്ക് വന്നാൽ, വാട്ട് ഇറ്റ് കവേഴ്സ്: പ്രോഗ്രാമിംഗ് പ്ലസ് ബിസിനസ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഡേറ്റ അനാലിറ്റിക്സ് ഫോർ ബിസിനസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാമാണ് ഈ കോഴ്സിൽ പ്രധാനമായിട്ടും പഠിക്കുക. ഇതിന്റെ സ്കോപ്പിലേക്ക് വന്നാൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വന്നാൽ, IT ബിസിനസ് അനലിസ്റ്റ്, ടെക്നിക്കൽ കൺസൾട്ടന്റ്, പ്രോഡക്റ്റ് മാനേജർ, ഇതെല്ലാം ഇതിന്റെ സ്കോപ്പിൽ വരുന്ന ജോബ് പ്രൊഫൈൽസ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് ഡൊമൈൻസിന്റെ ഒരു കോമ്പിനേഷനാണ്: ബിസിനസ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ സയൻസ്. എ കോമ്പിനേഷൻ ഓഫ് ടെക് ആൻഡ് MBA ഇങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ മറ്റു പല അലൈഡ് കോഴ്സുകളെ പോലും ഡീപ്പ് ആയിട്ടുള്ള ഒരു കോഡിംഗ് സ്കിൽസ് അല്ല ഇതിൽ വേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് ആർക്കാണ് സൂട്ടബിൾ ആവുക? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ടെക് പ്ലസ് ബിസിനസ് കോമ്പിനേഷനിലാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെ സൂട്ടബിൾ ആയിരിക്കും. ദി ലാസ്റ്റ് കോഴ്സ് ഇൻ ദിസ് ലിസ്റ്റ് വിച്ച് യു ആർ ഗോയിങ് ടു ഡിസ്കസ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഉദാഹരണത്തിന് സെറ്റിംഗ് അപ്പ് ഓഫ് ദി മെയിൽ ആൻഡ് സെർവർ സിസ്റ്റംസ് ഇൻ ആൻ ഓഫീസ്, ഫിക്സിംഗ് ബഗ്സ് ഇൻ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങിയവയൊക്കെ ആപ്ലിക്കേഷൻസ് വരുന്ന സൈഡാണ്, ആപ്ലിക്കേഷൻ സൈഡാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ സിലബസ് കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, IT സിസ്റ്റംസ്, ക്ലൗഡ്, ഡേറ്റാബേസ്, നെറ്റ്വർക്കിംഗ് എല്ലാം ഈ സിലബസിൽ ഉൾപ്പെടും. ഇതിന്റെ സ്കോപ്പ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അല്പം കോമൺ ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ, IT സപ്പോർട്ട്, സിസ്റ്റം അഡ്മിൻ, ക്ലൗഡ് എഞ്ചിനീയർ തുടങ്ങി ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ചുരുക്കം ചില കമ്പനികൾ BTech CSE സ്റ്റുഡൻസിന് BTech IT സ്റ്റുഡൻസിനേക്കാൾ അല്പം കൂടി പ്രയോറിറ്റി കൊടുക്കാറുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സോഫ്റ്റ്വെയർ ജോബ് അതോ കോഡിംഗ് ജോബ് ആവശ്യമുള്ളവരാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം വി ഡോണ്ട് വാണ്ട് ടു ഡു ഹെവി കോഡിംഗ്. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇത് ആർക്കാണ് സ്യൂട്ടബിൾ ആവുന്നത്? ശരിക്കും പറഞ്ഞാൽ തിയറി ധാരാളമായി പഠിക്കാൻ ആഗ്രഹമില്ല, പക്ഷേ കോഡിംഗ് ഏരിയയിൽ ഇൻട്രസ്റ്റ് ആണ്, സോഫ്റ്റ്വെയർ ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കോഴ്സാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഫൈൻ, ഈ 10 ഡിഫറെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇതിനെക്കുറിച്ചെല്ലാം ഒരു ജനറൽ അവയർനെസ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഏത് കോഴ്സ് എടുത്താലും, നമ്മൾ പറഞ്ഞ ഈ 10 കോഴ്സുകളിൽ ഏത് കോഴ്സ് എടുത്താലും ഒരു 55 to 75% വരെയൊക്കെ അതിന്റെ സിലബസ് കോമൺ ആയിരിക്കും, കവർ ചെയ്യുന്ന ടോപ്പിക്സ് കോമൺ ആയിരിക്കും എന്നത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ അപ്പോഴുള്ള ട്രെൻഡുകൾ മാത്രം ഫോളോ ചെയ്യാതെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ പറഞ്ഞ കോഴ്സുകളെക്കുറിച്ചോ മറ്റ് റിലേറ്റഡ് കോഴ്സുകളെക്കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ വഴി ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയറിൽ എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.